51 സങ്കീർത്തനം 6-ാം അധ്യായം. അന്തർഭാഗത്തിലെ സത്യമല്ലോ ഇച്ഛിക്കുന്നത്, അന്തർഭാഗത്തിലെ സത്യമല്ലയോ ഇച്ഛിക്കുന്നത്, അന്തരംഗത്തിലെ ജ്ഞാനം ഗ്രഹിപ്പിക്കണം, അന്തരംഗത്തിലെ ജ്ഞാനം ഗ്രഹിപ്പിക്കണമേ. കണികളടയ്ക്കാൻ പ്രാർത്ഥിക്കും. നിത്യജീവൻ ആധാരമായ ഉപദേശങ്ങൾ വെളിപ്പെടുത്തി തരികയും അന്തരംഗത്തിൽ ജ്ഞാനം ഗ്രഹിപ്പിക്കുകയും ചെയ്യുന്ന ദൈവത്തിന്റെ സന്നിധിയിൽ നാം വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടത് നമ്മെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്ന ദൈവത്തിന്റെ സന്നിധി നാം ഉത്കൃഷ്ടതയുള്ളവരായി, ഗൂഢാർത്ഥവാക്യ പ്രദർശനമുള്ളവരായി, സംശയഛേദനയുള്ളവരായി, വിശുദ്ധ ദേവന്മാരുടെ ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്നവരും അപ്പോൾ തന്നെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നിയോഗമുള്ളവരുമായി തീരുവാൻ തക്കവണ്ണം ആമേ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച് ബോധവൽക്കരിക്കപ്പെടുമ്പോൾ ആ ബോധവൽക്കരണത്തിൽ ജാഗ്രതയുള്ളവരായി അന്തരംഗത്തിൽ ജ്ഞാനം ഗ്രഹിക്കാൻ തക്കതായ മനോബോധത്തിനായി നമുക്കെല്ലാവർക്കും സമർപ്പണം ചെയ്ത് പ്രാർത്ഥിക്കാം. നിത്യജീവനെ വാഗ്ദത്തം ചെയ്ത അൻപുള്ള കർത്താവേ, നിങ്ങളുടെ മാറ്റമില്ലാത്ത നിത്യജീവന്റെ മൊഴികൾക്കായി അടികൾ നിത്യവും പ്രത്യാശയുള്ളവരായി, വാഞ്ചിക്കുന്നവരായി, ഹൃദയം നുറങ്ങുവാൻ മനസ്സ് തകർന്നവരായിരിക്കാൻ തക്കവണ്ണം അടികൾ എല്ലാവരെയും സമർപ്പണം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ദൈവജനം കേൾക്കുകയും ഗ്രഹിക്കുകയും ചിന്തിക്കുകയും ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവ് യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ സമർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. ചേർത്ത് വായിക്കാം. അന്തർഭാഗത്തിലെ സത്യമല്ലോ ഇച്ഛിക്കുന്നത്, സ്തോത്രം. അന്തർഭാഗത്തിലെ സത്യമല്ലയോ ഇച്ഛിക്കുന്നത്, അന്തരംഗത്തിലെ ജ്ഞാനം ഗ്രഹിപ്പിക്കണം, അന്തരംഗത്തിലെ ജ്ഞാനം ഗ്രഹിപ്പിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവഭക്തന്റെ പ്രാർത്ഥനയാണ്. ഇതിനെ ചരിത്ര താളുകളിലേക്ക് നീട്ടിക്കൊണ്ട് പോകാമെങ്കിൽ നീട്ടിക്കൊണ്ട് പോവാം. പക്ഷേ അന്തരംഗത്തിൽ ജ്ഞാനം ഗ്രഹിക്കാൻ കഴിയില്ല. എന്നാൽ ദൈവദിനത്തിലേക്ക് ഇത് മുഖാന്തരം ശ്രദ്ധ തിരിച്ചാൽ അന്തരംഗത്തെ ശോധന ചെയ്ത ദൈവം അന്തരംഗത്തിൽ ജ്ഞാനം തരും. സ്തോത്രം. ലോകസൊക്കെ തരും എന്നുള്ള കാര്യമല്ല പറയുന്നത്, രണ്ടാമത്തെ കാര്യം. ഒന്നാമത്തെ കാര്യം നമുക്കൊന്നാമത് ചിന്തിക്കാം, അല്ലെ? നല്ല അംശത്തിന് വേണ്ടി ചിന്തിക്കാം, അതേ നല്ലതിന് വേണ്ടി ചിന്തിക്കാം, സ്വർഗീയമായതിനു വേണ്ടി നമുക്ക് ചിന്തിക്കാം. ബാക്കി കാര്യം ദോശയ്ക്ക് ചമ്മന്തി പ്രിയ എന്ന് പറയുമ്പോൾ ബാക്കി കാര്യം പുറകില്ല. സ്തോത്രം. അവിടേക്ക് നമ്മുടെ കണ്ണ് പോകാതെ നമ്മുടെ കണ്ണ് എവിടെ പോകണം? ആകാശത്തെയും ഭൂമി ഉണ്ടാക്കിയ ദൈവത്തിലേക്ക് നമ്മുടെ കണ്ണ് ഉയർത്തണം. പ്രൈസലോ. ഇതിന്റെ കണ്ണ് എന്ത് ചെയ്യുന്നു? അല്ല, എന്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. പ്രൈസലോ. എന്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. ഏത് പർവ്വതം? സിയോൻ പർവ്വതം. സ്തോത്രം. അത് ഉയരാൻ കൊണ്ട് മനോഹരമാണ്. ആ മനോഹരത്വത്തെ കാണാതെ ഈ ലോകത്തിന്റെ മനോഹരത്വങ്ങളെ കാണുവാൻ തക്ക നമ്മളെ കണ്ണ് ദാഹിച്ചാൽ ആ കണ്ണിന് എന്ത് ചെയ്യും? തോട്ടരികത്തെ കാക്ക കൊത്തി പറിക്കും. അയ്യോ, അങ്ങനെയല്ലേ പറഞ്ഞിരിക്കുന്നത്. വയസ്സായി പ്രായം ചെല്ലുമ്പോൾ നിന്റെ അമ്മയെ ഉപേക്ഷിച്ചാൽ തോട്ടരികത്തെ കാക്ക കൊത്തി പറിക്കുന്ന ചെയ്തിട്ടുള്ളത്. അമ്മ ഈ ലോകത്ത് പ്രസവിച്ച അമ്മയെ കുറിച്ച് മാത്രമാണ് ബൈബിൾ പറയുന്നത്. സ്തോത്രം. കരങ്ങളെടുത്ത് ദൈവത്തെ സ്തുതിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ അമ്മയെന്ന് ഉദ്ദേശിക്കുന്ന ലോകത്ത് ജന്മം പ്രസവിച്ച അമ്മയെ കുറിച്ച് മാത്രമല്ല, അതിനുവരെ ആത്മീകമായി നമ്മെ ജനിപ്പിക്കുന്ന അമ്മയെ കുറിച്ചും കൂടിയാണ് പറഞ്ഞിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അത് ഉയരത്തിലെ യെരൂശലേമിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ് നമ്മുടെ അമ്മ, അല്ലേ? സ്തോത്രം. യഥാർത്ഥത്തിൽ ദൈവം ഉദ്ദേശിക്കുന്ന നമ്മുടെ അമ്മ ആരാണ്? ഉയരത്തിലെ യെരൂശലേം. സ്തോത്രം. അതാണ് നമ്മുടെ അമ്മ. ഹല്ലേലൂയ. ബാക്കി കിട്ടിയ വായിക്കണം. ഗലാത്യലേഖനം 4-ാം അധ്യായം 25-26 വാക്യം. ഹാഗർ എന്ന അറബിദേശത്ത് സീനായ് മലയെ കുറിക്കുന്നു. അത് ഇപ്പോഴത്തെ യെരൂശലേമിനോട് ഒക്കുന്നു. അത് തന്റെ മക്കളോട് കൂടെ അടിമ
ഇരിക്കുന്നത് മീതെയുള്ള യെരൂശലേമോ സ്വതന്ത്രയാകുന്നു. മീതയുള്ള അല്ലെങ്കിൽ ഉയരങ്ങളിലുള്ള യെരൂശലേമോ സ്വതന്ത്രയാകുന്നു. അത് ആർക്കും അടിമത്തത്തിലുള്ളതല്ല, അത് ഉയരത്തിലിരിക്കുക, അധികാരത്തിന്റെ അപ്പുറം ഇരിക്കുക. ആമേൻ. അവൾ തന്നെ നമ്മുടെ അമ്മ. സ്തോത്രം. മുകളിലുള്ള യെരൂശലേമോ ആമേൻ. മീതയുള്ള യെരൂശലേമോ സ്വതന്ത്രയാകുന്നു. സ്വതന്ത്രയാകുന്നു. ആമേൻ. ആ. അവൾ തന്നെ നമ്മുടെ അമ്മ. അതാണ് അമ്മ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. Glory. ലോകത്തിലെ അമ്മ ഇതേപോലെ അമ്മമാരാണ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. സ്വതന്ത്രയാകുന്നു. ജഡപ്രകാരം നമുക്ക് ജന്മം തന്ന അമ്മയെ കുറിച്ച് മാത്രമല്ല ബൈബിൾ പറയുന്നത്, ആത്മീകമായി നമ്മെ ജനിപ്പിക്കുന്ന അമ്മയെ കുറിച്ചും കൂടെ ബൈബിൾ പറയും. നമ്മളെ തിരിച്ചറിയണം. ആമേൻ. ആ അമ്മയെ ഉപേക്ഷിക്കുന്ന കാര്യമാണ് തൊട്ടിരിക്കുന്ന കാക്കവത്ത് പറയുന്നത്. ആമേൻ. ഉപേക്ഷിക്കുന്നവരുടെ കണ്ണിനെ ചെയ്യും. തൊട്ടരികതേ. ഏത് കണ്ണ്? നമ്മുടെ മുഖത്തുള്ള കണ്ണല്ല, ഹൃദയ കണ്ണാണ്. ആമേൻ. ഹൃദയദൃഷ്ടി. ഹൃദയ കണ്ണ്. ഇവിടായിക്കൂടി വിശ്വസിക്കുന്നു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഇങ്ങനെയുള്ള ആത്മീയമായ ഉപദേശ രൂപങ്ങളെ ഗ്രഹിച്ചറിയത്തക്കവണ്ണം നമ്മുടെ അന്തരംഗത്തെ ജ്ഞാനം ഗ്രഹിക്കണം. ആമേൻ. സ്തോത്രം. അതിനുവേണ്ടിയാണ് ദൈവഭക്തന്മാരുടെ വിശപ്പ്, ദാഹം, പ്രാർത്ഥന, ഉപവാസം, പഠനധ്യാനം, ആരാധന, കൂട്ടായ്മ, പ്രബോധനം, ഇതെല്ലാം അന്തരംഗത്തിൽ ജ്ഞാനം ഗ്രഹിക്കാൻ വേണ്ടി തന്നെയാണ്. സ്തോത്രം. നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെയുള്ള ആത്മീയ അന്തരീക്ഷങ്ങൾ ഗ്രഹിച്ച് ഉണർന്ന് വളർന്നു വരുവാൻ നമ്മൾ പൂർണ്ണ ജാഗ്രത കാണിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. സംഘർഷത്തിലേക്ക് വരാം. അന്തർഭാഗത്തിലെ സത്യമല്ലോ അങ്ങ് ഇച്ഛിക്കുന്നത്. അന്തർഭാഗത്തിലെ സത്യമല്ലയോ അങ്ങ് ഇച്ഛിക്കുന്നത്. അന്തരംഗത്തിൽ അടിയനെ ജ്ഞാനം ഗ്രഹിപ്പിക്കണം. അന്തരംഗത്തിൽ അങ്ങ് ജ്ഞാനം ഗ്രഹിപ്പിക്കണമേ. ഹല്ലേലൂയ. എങ്ങനെയാണ് പ്രാർത്ഥന? എത്രയോ വിശേഷപ്പെട്ടതാണ്. മനുഷ്യന്റെ ജീവിതത്തിൽ പ്രാർത്ഥിക്കാൻ ഓർമ്മ വരാത്തൊരു കാര്യമാണ്. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഓർമ്മ വരാതിരിക്കാൻ പറ്റില്ല, വന്നേ പറ്റുള്ളൂ. സ്തോത്രം. 51 സങ്കീർത്തനം വായിക്കുന്നവരുടെ ജീവിതത്തില് ഈ 6ാമത്തെ വാക്യം ഒരു പ്രാർത്ഥനയായി വന്നേ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. അതാണ് വിശുദ്ധ യോഹന്നാൻ സുവിശേഷം 15-7 വാക്യം വായിക്കുമ്പോൾ അവിടെ കർത്താവ് യേശു ക്രിസ്തു ഊന്നൽ കൊടുത്ത് പറഞ്ഞിരിക്കുന്നു. നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിൽ വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്ന എന്തെങ്കിലും അപേക്ഷിപ്പിൻ. ഹല്ലേലൂയ. അപ്പൊ എന്താണ് വചനം വസിക്കുമ്പോൾ ദൈവഭക്തൻ ഇച്ഛിച്ചെന്താണ്? അന്തരംഗത്തിൽ എന്നെ ജ്ഞാനം ഗ്രഹിപ്പിക്കണം. ദൈവഭക്തന്റെ ഇച്ഛ. പ്രൈസ് ദി ലോർഡ്. ദൈവഭക്തന്റെ ഇച്ഛ എന്താണ്? അന്തരംഗത്തിൽ ജ്ഞാനം ഗ്രഹിപ്പിക്കണം. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ഇച്ഛ എന്തൊക്കെയാണ്? സാധാരണ ക്രിസ്ത്യാനിയുടെ ജീവിതത്തിലെ ഇച്ഛ എന്തൊക്കെയാണ്? സാധാരണ ലോകത്തിലെ ഐഹികമായ കാര്യങ്ങൾ അല്ലേ? സ്തോത്രം. എന്നാൽ ദൈവഭക്തന്റെ ആഗ്രഹം, ദൈവഭക്തന്റെ ഇച്ഛ ഐഹികമായ കാര്യങ്ങളൊന്നുമല്ല, ആത്മീയമായ കാര്യങ്ങൾ. അന്തരംഗത്തിൽ ജ്ഞാനം ഗ്രഹിപ്പിക്കണമേ. എത്ര പേരാമേൻ പറയും? എത്ര പേർക്ക് താല്പര്യമുണ്ട് അന്തരംഗത്തിലെ ജ്ഞാനം ഗ്രഹിക്കണം? പ്രാർത്ഥിക്കുമ്പോൾ എത്ര പേര് വെല്ലുവിളിച്ച് പ്രാർത്ഥിക്കും? വെല്ലുവിളിക്ക ദൈവത്തോടല്ല, വെല്ലുവിളിക്കുന്ന പാപത്തോട്, അജ്ഞാനത്തോട് വെല്ലുവിളിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കണം. സ്തോത്രം. അജ്ഞാനത്തോട് വെല്ലുവിളിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കണം. അന്തരംഗത്തിൽ തന്നെ ജ്ഞാനം ഗ്രഹിപ്പിക്കണമേ. സ്തോത്രം. പ്രാർത്ഥിച്ച ദൈവഭക്തൻ ജ്ഞാനം ഗ്രഹിക്കാതിരിക്കാൻ സാധിച്ചോ? ജ്ഞാനം ഗ്രഹിച്ചു, ദൈവം ഗ്രഹിപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനകൾക്ക് ദൈവ ഇഷ്ടം വന്നാൽ, പ്രാർത്ഥനയിൽ ദൈവ ഇഷ്ടം വ്യാപരിച്ചാൽ, ഹല്ലേലൂയ, ആ പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്. ആ പ്രാർത്ഥന കേൾക്കുകയും ചെയ്യും, ആ പ്രാർത്ഥനയ്ക്ക് മറുപടിയും തരും. അത് ആൾക്കാരെ ഇളക്കി പറിക്കുന്ന കാര്യമല്ല, പ്രത്യുത ആൾക്കാരെ വചനത്തിൽ ഉറപ്പിക്കുന്ന കാര്യമാണ്. കാരണം ആകാശവും ഭൂമിയും ഇളകി മാറിയാലും, അത് ഒഴിഞ്ഞു പോയാലും, അത് കടലാസ് പോലെ ചുരുണ്ടു പോയാലും ദൈവത്തിന്റെ വചനം മാറുന്നില്ല. ദൈവത്തിന്റെ വചനത്തിന് ഒരു മാറ്റമില്ല. ഉവ്വ് എന്ന് പറഞ്ഞാൽ ഉവ്വ് തന്നെയാണ്, ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല തന്നെയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ വേരൂന്നിയാൽ
അല്ലേ? ലേഖനത്തിൽ പറയുന്നു, ദൈവവചനത്തിൽ വേരൂന്നി സ്നേഹത്തെ സത്യം സംസാരിച്ച് ക്രിസ്തു എന്ന തലയോളം വളരുവി. ഹല്ലേലൂയ. ദൈവജനത്തിന്റെ കൂടെവരവ് ദൈവവചനത്തിൽ ഉറയ്ക്കാൻ വേണ്ടിയായിരിക്കണം. ദൈവവചനത്തിൽ വേരൂന്നാൻ വേണ്ടിയായിരിക്കണം. സ്നേഹത്തിൽ സത്യം സംസാരിക്കാൻ വേണ്ടിയായിരിക്കണം. പിന്നെ ക്രിസ്തു എന്ന തലയോളം വളരുവാൻ വേണ്ടിയായിരിക്കണം. ഹല്ലേലൂയ. വളരാൻ മനസ്സില്ലാത്തവർക്ക് എങ്ങനെയാണ് ക്രിസ്തുവിനെ അനുകരിക്കാൻ കഴിയുന്നത്? സ്തോത്രം, സ്തോത്രം. വളരാൻ, ക്രിസ്തുവിൽ വേരൂന്നാൻ മനസ്സില്ലാത്തവർക്ക് എങ്ങനെ വളരാൻ സാധിക്കും? വളരാത്തവർക്ക് എങ്ങനെ ക്രിസ്തുവിനെ അനുകരിക്കാൻ സാധിക്കും? ക്രിസ്തു എന്ന തലയോളം വളരണം. തലയോളം വളരണമെങ്കിൽ അതിനെന്ന മായമില്ലാത്ത പാല് കുടിക്കണം. ദൈവത്തിന്റെ വചനം കണ്ടെത്തി ഭക്ഷിക്കുകയും വേണം. അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും വേണം. ഹല്ലേലൂയ. അങ്ങനെയൊക്കെ നമ്മൾ ചെയ്തു വരുമ്പോഴാണ് നമ്മുടെ അന്തരംഗത്തിൽ ജ്ഞാനം ഗ്രഹിച്ചു തുടങ്ങി. ഹല്ലേലൂയ. അതാണ് ഇരമ്യ പ്രവചനം 17:10 വായിക്കുമ്പോൾ ഇങ്ങനെ ദൈവാത്മാവ് കുറിപ്പിച്ചത്, യഹോവയായ ദൈവം ഹൃദയങ്ങളെയും അന്തരിന്ദ്രിയങ്ങളെയും പരീക്ഷിച്ച് ശ്രദ്ധിച്ച് കേൾക്കണം. ചെവി പരിശോധനയോടെ കേൾക്കണം. ആത്മാവ് ഹൃദയ പരിശോധനയോടെ ഹൃദയത്തിൽ ഉൾക്കൊള്ളണം. യഹോവയായ കർത്താവ് ഇപ്രകാരമല്ല ചെയ്യുന്നത്, ഞാൻ ഹൃദയങ്ങളെയും അന്തരംഗങ്ങളെയും പരീക്ഷിച്ച് ഹല്ലേലൂയ. അതാണ് യാക്കോബ് അപ്പോസ്തലൻ എടുത്തു പറഞ്ഞത്, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. അപ്പോൾ ദൈവം ഹൃദയങ്ങളെ പരീക്ഷിക്കും. മറുപടിയായ അപ്പോസ്തലൻ യാക്കോബ് പറയുകയാണ്, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഹല്ലേലൂയ. പരീക്ഷിച്ച് ഓരോരുത്തരെ കൊള്ളാകുന്നവനായി തെളിയണം. തെളിഞ്ഞാൽ കർത്താവ് തന്നെ വാഗ്ദത്തം ചെയ്ത ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ നമ്മെ പരീക്ഷിക്കുന്നതിന് വേണ്ടിയാ? നമ്മളെ കൊള്ളാകുന്നവരായി തെളിയുന്നുണ്ടോ എന്ന് നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടിയാണ്. ദൈവത്തിനറിയാം നമ്മൾ എപ്രകാരം തെളിയുന്നു. ദൈവത്തിന് അറിഞ്ഞുകൂടാത്ത ഒരു കാര്യമില്ല. സ്തോത്രം. ദൈവത്തിനറിയാം നമ്മൾ എപ്രകാരമൊക്കെ തെളിയും തെളിയില്ല എന്നുള്ളത്. ഇനി നമ്മളെ അതൊന്ന് പഠിപ്പിക്കണം. നമ്മളെ അതൊന്ന് പഠിപ്പിക്കണം. പ്രൈസ് ദി ലോർഡ്. അതിനു വേണ്ടിയാണ് ദൈവം നമ്മളെ കൂട്ടിയിരുത്തുന്നത്, കൂട്ടി വരുത്തുന്നത്, കൂടി വരാൻ കൽപ്പിക്കുന്നത്. സ്തോത്രം, സ്തോത്രം. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. പരീക്ഷിച്ച് പ്രവാചകനെ കൂടെ പറയുന്നു, പരീക്ഷിക്കും. ഹൃദയത്തെ ശോധന ചെയ്ത് അന്തരങ്ങളെ പരീക്ഷിക്കും. ഹല്ലേലൂയ. യാക്കോബ് അപ്പോസ്തലൻ കൂടി പറയുന്നു, പരീക്ഷ സഹിക്കണം. യേശുക്രിസ്തു പറഞ്ഞു, പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പിൻ. അത് ഈ പരീക്ഷയല്ല, സാത്താൻ വയ്ക്കുന്ന പരീക്ഷ. പ്രൈസ് ദി ലോർഡ്. ദൈവത്താലുള്ള പരീക്ഷയിൽ അകപ്പെടണം. സാത്താൻ വയ്ക്കുന്ന പരീക്ഷയിൽ അകപ്പെടരുത്. ഇത് നമ്മൾ തിരിച്ചറിയണം. ഏത് പരീക്ഷയാണ് ദൈവത്താൽ വരുന്നത്, ഏത് പരീക്ഷയാണ് സാത്താനാൽ അല്ലെങ്കിൽ പ്രതിയോഗിയാൽ വരുന്നത്, ഇത് നമ്മൾ തിരിച്ചറിയണമെങ്കിൽ അന്തരംഗത്തിൽ ജ്ഞാനം ഗ്രഹിക്കണം. അതാണ് വിവേകവും വിവരമുള്ള ദൈവഭക്തന്മാർ പ്രാർത്ഥിച്ചത്, അന്തരംഗത്തിൽ എന്നെ ജ്ഞാനം ഗ്രഹിപ്പിക്കണമേ. ആ ആത്മപകർച്ചയാണ് നമ്മുടെ മേലും വ്യാപരിക്കുന്നത്. അന്തരംഗത്തിൽ ജ്ഞാനം ഗ്രഹിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കണമെന്നുള്ള ബോധം നമുക്ക് ഇങ്ങനെ ഉൾക്കാഴ്ച ലഭിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. എല്ലാവരും ആത്മനിറവ് പ്രാപിക്കത്തക്കവണ്ണം
എല്ലാവരും ആത്മനിറവോടുകൂടി ഇരിക്കണേ എന്നാണ് സാധാരണ പറയുന്നത് അല്ലേ? നമ്മളെല്ലാവരും ആത്മനിറവ് പ്രാപിക്കത്തക്കവണ്ണം വിശപ്പോടും ദാഹത്തോടും കൂടിയായിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ വിശപ്പും ദാഹവും മാത്രമല്ല, കൊതിയുള്ളവരെ. സ്തോത്രം. പായസം കൊതിക്കുന്ന ആൾക്കാരുണ്ട് അല്ലേ? സാമ്പാർ കൊതിയുള്ള ആൾക്കാരുണ്ട്, കല്യാണ ഊണ് കൊതിയുള്ള ആൾക്കാരുണ്ട്, മാംസങ്ങൾ കൊതിയുള്ള ആൾക്കാരുണ്ട്, ബിരിയാണി എന്ന് പറഞ്ഞാൽ അധികം കൊതിയുള്ള ആൾക്കാരുണ്ട്. പ്രത്യേകം ക്രിസ്ത്യാനികളിൽ അനേകരും എന്തോ ആന പോലെയാണ് വിചാരിക്കുന്നത്. ഈ അതിനങ്ങൾ എത്രയോ വല്ല ദൈവത്തിന്റെ വചനം എന്ന ഭക്ഷണം. സ്തോത്രം. ദൈവത്തിന്റെ വചനം എന്ന ഭക്ഷണം അത് ദേഹത്തെയും ദേഹിയെയും പ്രാണനെയും ആത്മാവിനെയും ഒരുപോലെ സംരക്ഷിക്കുന്നതാണ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അതുകൊണ്ട് ആ വക ആഹാരത്തിലേക്ക് നമ്മൾ മനസ്സ് തിരിക്കണം. അങ്ങനെ മനസ്സ് തിരിക്കാൻ ദൈവം ഒരുക്കുന്ന അവസരം ചെറുതല്ല, അത് വിലപ്പെട്ട അവസരമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് എല്ലാവരും ആത്മനിറവ് പ്രാപിക്കത്തക്കവണ്ണവും പ്രാർത്ഥനയോടുകൂടി ആയിരിക്കണം. സ്തോത്രം. ഇതിനുവേണ്ടി ഒരു കൊതി തന്നെ ഉണ്ടായിരിക്കണം. യഹോവയെ ഞാൻ ഹൃദയത്തെ ശോധന ചെയ്ത് അന്തരംഗങ്ങളെ പരീക്ഷിച്ച് ഓരോരുത്തരും അവന്റെ നടപ്പിനും പ്രവൃത്തിയുടെ ഫലത്തിനും ഓരോരുത്തരും ഓരോരുത്തിക്കും അവനവന്റെ അവളുടെ നടപ്പിനും, അതാണ് നടപ്പിൽ കൂടെ എന്ത് ചെയ്യണം? ദൈവത്തിന് പ്രസിദ്ധപ്പെടുത്തണം. ഹല്ലേലൂയ. അതിന് യോഗ്യമായിട്ടാണ് ആവർത്തന പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നീ നടക്കുമ്പോഴും നീ ഈ ദൈവത്തിന്റെ വചന ഹൃദയത്തിലിരിക്കണം. മാത്രമല്ല, നീ നടക്കുമ്പോഴും നീ അവയെ കുറിച്ച് സംസാരിക്കണം. നീ അവയെ നിന്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കണം. ഇത് ദൈവം നമ്മുടെ അന്തരംഗത്തെ പരീക്ഷിക്കും കേട്ടോ. ഉപദേശിച്ചു കൊടുക്കുന്നുണ്ടോ ഇല്ലയോ? മാതാപിതാക്കൾക്ക് വളരെ ഉത്തരവാദിത്തമുണ്ട്. മാതാപിതാക്കൾ വിടില്ല, വളരെ ഉത്തരവാദിത്തമുണ്ട്. ഉപദേശിച്ചു കൊടുത്തിട്ടും അവർ വഴിയേറ്റി പോയാൽ മാതാപിതാക്കൾക്ക് അതിൽ പങ്കില്ല. പിന്നെ മക്കളെ വിളിക്കാതിരുന്നാൽ മാത്രം മതി. ബാക്കി ദൈവം നോക്കും. ദൈവം നോക്കണം. അവനെ എവിടെ കൊണ്ടുപോകണം, അവളെ എവിടെ കൊണ്ടുപോകണം, എവിടെ കൊണ്ടുപോയി ചൂണ്ടയിടണം, എവിടെ കൊണ്ടുപോയി അവനെ അവളെ കൊരുത്തെടുക്കണം. ഇതെല്ലാം ദൈവത്തിന് അറിയാം. പിന്നെ എന്റെ മോനെന്ന് പറഞ്ഞുകൊണ്ട് അതിന് ആവലാതി കാണിച്ച് അവർക്ക് വേണ്ടി ഇങ്ങനെ ഇടിവ് നിൽക്കാതിരുന്നാൽ മാത്രം മതി. ഇടിവ് നിൽപ്പുള്ള ജോലി ഭയങ്കരമായ പ്രശ്നമാണ്. ഒന്നാമത് മാതാപിതാക്കൾ നേരെ ഉപദേശം പഠിപ്പിക്കില്ല മക്കളെ. രണ്ടാമത് അവരെ ദൈവം ചൂണ്ടയിടുമ്പോൾ ഇവർ ഇടിവിൽ നിന്ന് പറ്റില്ല. അങ്ങനെ ചൂണ്ടയിടാൻ പറ്റില്ല. സംഭവിക്കണം എന്താ? ഈ മാതാപിതാക്കന്മാരുടെ പ്രാണനും കൂടി രക്ഷിച്ചു. മാതാപിതാക്കന്മാരുടെ പ്രാണനും ദൈവക്ഷയമായി. അതുകൊണ്ടാ പറയുന്നത്, മക്കൾക്ക് കൊടുക്കേണ്ട ഉപദേശ രൂപങ്ങൾ കൊടുക്കുക, അവരെ നിർത്തുക. അവരെ നിന്നാൽ അതിന്റെ ഫലം അവരനുഭവിക്കും, നിന്നില്ലെങ്കിൽ അതിന്റെ ഫലം ദൈവത്തിന് കൊടുക്കാൻ പക്കലുണ്ട്. ദൈവത്തിന്റെ പക്കൽ അത് കൊടുത്തിരിക്കും, വാസ്തവമായി കൊടുത്തിരിക്കും. ആരും കയറി അതിൽ നടുവിൽ നിൽക്കരുത്. ഒരു പാസ്റ്ററും അങ്ങനെയുള്ളവർ കയറി ഇടിവിൽ നിൽക്കരുത്. ഒരു മാതാപിതാക്കളും അവർക്ക് വേണ്ടി ഇടിവിൽ നിൽക്കരുത്. അവിടെ എല്ലാം ദൈവത്തിന്റെ ആലോചന പറയുന്നത് ഓരോരുത്തൻ താന്താന്റെ പ്രാണനെ നേടിക്കൊള്ളുക. കൊടുക്കേണ്ട ഉത്തരവാദിത്തങ്ങളെ കൊടുത്തു വിടുക. നാടൻ ഭാഷയിൽ പറഞ്ഞാൽ കാക്കപ്പരുവം പറയും മനുഷ്യരെ. കാക്കപ്പരുവം സ്തോത്രം. കാക്കപ്പരുവം താണ്ടി വിടുക. കാക്കപ്പരുവം വരെ സൂക്ഷിക്കണം. കാക്ക എടുത്തോണ്ട് പോകുന്നവരെ കോഴിക്കുഞ്ഞിന് എന്ത് ചെയ്യണം? കാക്ക എടുത്തോണ്ട് പോകത്തക്കവണ്ണമുള്ള ഒരു വളർച്ചയുണ്ട്. അതിനപ്പുറം വളരുന്നത് വരെ നമ്മൾ കോഴിക്കുഞ്ഞിനെ സൂക്ഷിക്കണം. അത് കഴിഞ്ഞാൽ
പിന്നെ കാക്ക എടുത്തോണ്ട് കോഴിക്കുഞ്ഞിനെ പോവില്ല. പിന്നെ കാട്ടുപൂച്ച വന്നാലും വിളിച്ചോണ്ട് പോകും, പിടിച്ചോണ്ട് പോകും. ഇല്ലേ? അതുപോലെ ഹല്ലേലൂയ. തലമുറകളെയും പഠിപ്പിക്കേണ്ട വണ്ണം പഠിപ്പിച്ച് കേൾപ്പിച്ച് അവരെ ഉറപ്പിച്ച് നിർത്തുക. പിന്നെ അവർ അങ്ങോട്ട് പോകണമെങ്കിൽ കാട്ടുപൂച്ച വന്ന് കാട്ടുപോത്ത് വന്ന് ലോകത്തിന്റെ ദുർഭൂതം പിടിച്ച കൂട്ടുകാരെ ഒന്ന് കൊണ്ടുപോട്ടെ. ദൈവസഭയിൽ തൂണായി നിൽക്കണ്ടെങ്കിൽ നിൽക്കട്ടെ. കൊടുക്കേണ്ട ഉപദേശങ്ങളെ കൊടുത്ത് നിർത്താൻ ദൈവത്തിന്റെ ആലോചനയുണ്ട് മാതാപിതാക്കൾക്ക്. അത് മാതാപിതാക്കളുടെ ഉത്തരവാദിത്വമാണ്. ആ ഉത്തരവാദിത്വം മാതാപിതാക്കൾ പ്രാപിച്ചെടുത്തിരിക്കണം. വായിക്കണം. നീ അവയെ നിന്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കണം. നീ വീട്ടിലിരിക്കുമ്പോഴും വഴിയെ നടന്നു പോകുമ്പോഴും നീ കിടക്കുമ്പോഴും അടുത്ത് എഴുന്നേൽക്കുമ്പോഴും നീ അവയെ കുറിച്ച് എന്ത് ചെയ്യണം? സംസാരിക്കണം. അപ്പോൾ വഴിയെ നടന്നു പോകുമ്പോൾ, തിരിച്ച് മടങ്ങി വരുമ്പോൾ, വീട്ടിലൊന്ന് ഇരിക്കുമ്പോൾ, പിന്നെ കിടക്കുമ്പോൾ, പിന്നെ എഴുന്നേൽക്കുമ്പോൾ എന്ത് ചെയ്യണം? ഈ ദൈവവചനങ്ങളെ കുറിച്ച് സംസാരിക്കും. അതാണ് യിരെമ്യാ പ്രവചനത്തിൽ പറയുന്നത്. നിന്റെ നടപ്പിന് പ്രവൃത്തിയുടെ ഫലം. നടപ്പും പ്രവൃത്തിയുടെ ഫലം. അല്ല, രക്ഷിക്കപ്പെട്ടു, ഞാൻ വിശ്വാസിയാണ്, ഞാൻ ഭക്തനാണ്, ഞാൻ ശുശ്രൂഷകനാണ് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. സ്തോത്രം. നാടൻ ഭാഷ പറയുന്ന പ്രകാരം ആണെങ്കിൽ അത് നീ എന്ത് ചെയ്യണം? പറയാൻ പറ്റേ അല്ലെങ്കിൽ പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. അവിടെ ഏത് കാര്യം ചെലവാകും? പക്ഷെ ദൈവസേന എല്ലാ കാര്യം ചെലവാകില്ല. ദൈവസേനയിൽ അംഗീകരിക്കപ്പെടേണ്ട കാര്യം മാത്രമേ അംഗീകരിക്കുള്ളൂ. ഹല്ലേലൂയ. കാരണം അവിടെ മാസം കാണിക്കുകയോ, അവിടെ ദശാംശമോ, അവിടെ ഓഹരിയോ, അവിടെ മറ്റു വിറ്റുകാരുടെ ആദ്യമോ ഒന്നും ദൈവത്തിന് ആവശ്യമില്ല. അവിടെ കൈക്കൂലി വാങ്ങാറില്ല, കൈക്കൂലി വാങ്ങാൻ പഠിപ്പിക്കാറില്ല. അവിടെ നേരമോ നേരമാ. നമ്മുടെ ജീവിതം അങ്ങനെ സുരക്ഷിതമായി മാറണം. ഹല്ലേലൂയ. ആത്മനിയോഗത്തിലേക്ക് നമ്മൾ എത്തിച്ചേരാതിരിക്കരുത്. ദൈവസന്നിധിയിൽ നമ്മൾ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിനാണ് നമ്മളെ ക്രിസ്തുവിൽ വീണ്ടും ജനിപ്പിച്ചതും ഉയരത്തിലുള്ള മീതയുള്ള യെരൂശലേം നമുക്കൊരു അമ്മയായി മാറിയത്. അതുകൊണ്ട് നമ്മുടെ നടപ്പും പ്രവൃത്തിയും ദൈവശോധന ചെയ്യും. നടപ്പിൽ കൂടി ദൈവത്തിന്റെ സ്തുതി പ്രസിദ്ധപ്പെടുത്തിയോ, നടപ്പിൽ കൂടി ദൈവത്തിന്റെ വചനത്തെ വർണ്ണിച്ചോ, നടപ്പിൽ കൂടി ദൈവത്തിന്റെ വചനത്തെ ഏറ്റുപറഞ്ഞോ, ഇതൊക്കെ ദൈവത്തിന്റെ ശോധന ചെയ്യും. പക്ഷെ അനേകര് എന്നോട് ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ട് ഈ വചനങ്ങളുടെ വെളിച്ചത്തില്. അപ്പൊ ഈ വചനത്തിന്റെ വെളിച്ചത്തിൽ ഞാൻ അങ്ങോട്ട് സംസാരിക്കുമ്പോൾ അവർ അനേകർ എന്നോട് സംസാരിച്ചിട്ടുണ്ട്. സഹോദരന്മാരും വിശ്വാസികൾ എന്ന് പറയുന്നവരും ശുശ്രൂഷകർ എന്ന് പറയുന്നവരും. അത് എപ്പോഴും ദൈവത്തിന്റെ വചനം പറയാൻ പാടില്ല. എപ്പോഴും എപ്പോഴും ദൈവത്തിന്റെ വചനം പറയാൻ പാടില്ല. ഞാൻ പറയുന്നതല്ല, ദൈവം പറയുന്നതല്ല, ഇവര് പറയുന്നത്. അത് ദൈവത്തിന്റെ വചനം വെറുതെ എടുക്കുകയാണ്. അങ്ങനെ പറഞ്ഞ അങ്ങനെ സാധാരണ പറഞ്ഞു വന്ന ഒരു വ്യക്തി ഒരിക്കൽ ഒരു ശാരീരിക ബലഹീനതയിൽ ആശുപത്രിയിൽ അഡ്മിറ്റാണ്. അവൻ അവിടെ പോയപ്പോൾ ദൈവവചനത്തെ കുറിച്ച് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞത് കൊണ്ട് അവർ അഡ്മിറ്റ് ആയതല്ല, സ്വാഭാവികമായിട്ട് അവർ അഡ്മിറ്റ് ആയതാ. സ്തോത്രം. അവിടെ ആശുപത്രിയിൽ പോയപ്പോഴേ വചനം ഇതിങ്ങനെ ദൈവവചനം പറഞ്ഞു. അപ്പോഴവര് പറഞ്ഞത് ഇതിവിടെ ദൈവവചനം പറയും, ഇത് പള്ളിയല്ല. ഇവിടെ ദൈവവചനം പറയുന്നത് പള്ളിയല്ല, ആശുപത്രിയാണെന്ന് പറഞ്ഞു. ശരിയാണ്, ഇത് ആശുപത്രിയാണ്, ഞാൻ ഓർമ്മിച്ചത്. അടുത്ത ഉടനെ ആ വ്യക്തിയുടെ കൂട്ടുകാരൻ വന്നു. ആ വ്യക്തി കോൺട്രാക്ട് പണിയെടുത്ത് ചെയ്യുന്ന ആളാണ്, വീട് പണി. അവിടെ ആ കൂട്ടുകാരൻ അവിടുത്തെ മേസ്ത്രിയാണ്. അവരെന്താണ് പണിക്കാരെയും പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, അദ്ദേഹം പോയതിനു ശേഷം ഞാൻ പറഞ്ഞു,
ഇത് പണി സൈറ്റ് അല്ലല്ലോ, ഇത് ആശുപത്രിയല്ലേ. അപ്പോൾ ആശുപത്രിയിൽ വചനം പറയാൻ പാടില്ല, പണി സൈറ്റിലുള്ള കാര്യം പറയാമോ? നീ വഴക്കുണ്ടാക്കാൻ ആശുപത്രി വന്നത്? അടുത്ത രോഗിയുടെ നോക്കിയിരിക്കുന്ന ആൾ ചോദിച്ചത്, നീ വഴക്കുണ്ടാക്കാൻ ആശുപത്രി വന്നത്? യഥാർത്ഥത്തിൽ വഴക്കുണ്ടാക്കിയാല, യഥാർത്ഥത്തിൽ വഴക്കുണ്ടാക്കിയാല. ദൈവവചനം പറയാൻ എവിടെ സ്വാതന്ത്ര്യമുണ്ട്? കാരണം ദൈവമാണ് ഈ ലോകത്തെ ഉളവാക്കിയത്. ആകാശത്തെ ഭൂമിയെ സൃഷ്ടിച്ച ദൈവമാണ്. ആ ദൈവത്തിന്റെ വചനം പറയാൻ നമുക്ക് മനസ്സുണ്ടെങ്കിൽ ഏത് ഗവൺമെന്റ് സ്ഥാപനത്തിനകത്തായാലും പുറത്തായാലും ദൈവവചനം പറയാൻ ദൈവിക അധികാരമുണ്ട്. നമുക്ക് മനസ്സുണ്ടെങ്കിൽ. പ്രൈസല്ലോ. അപ്പൊ ദൈവം ബുദ്ധി തന്നിട്ടില്ലേ? അതെ, ബുദ്ധി തന്നിട്ടുണ്ട്. എന്തിനാ? അത് പറയാനാണ് ബുദ്ധി തന്നിട്ടുള്ളത്, പറയാതിരിക്കാനല്ല. പ്രൈസല്ലോ. ദൈവത്തെ സ്തുതിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. പോലീസ് സ്റ്റേഷനിൽ പോയാലും വചനം പറയണം, വേണ്ടേ? സ്തോത്രം. ഹല്ലേലൂയ. ഒന്നല്ലെങ്കിൽ എങ്ങനെയെങ്കിലും പറയാം, വിശ്വസ്തരായ ദേശത്തിന്റെ കാവൽക്കാരായ ഉദ്യോഗസ്ഥർക്ക് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹം വന്നാൽ. അപ്പൊ ഏത് ഭാഗത്ത് പോയാലും ദൈവത്തിന്റെ വചനം പറയാൻ അർഹതയുണ്ട്, അനുവാദമുണ്ട്, എല്ലാത്തിനും വരെയായി അധികാരമുണ്ട്. ഈ അധികാരം നമ്മൾ പ്രയോജനപ്പെടുത്തുന്നുണ്ടോ ഇല്ലയോ എന്ന് എന്നെയും നിങ്ങളെയും ഓരോരുത്തരെയും ദൈവം ശോധന ചെയ്യും, പരീക്ഷിക്കും. അതനുസരിച്ചാണ് പ്രതിഫലം. അല്ല, പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞ് പ്രതിഫലമൊന്നും കിട്ടില്ല. ചെയ്യേണ്ട കാര്യം ചെയ്യേണ്ടതുപോലെ ചെയ്യുവാൻ നമുക്ക് നല്ല മനസ്സ് വേണം. അത് നമ്മുടെ സ്വന്തമല്ല, അത് പ്രാർത്ഥിക്കണം. അത് ദൈവത്തെ പ്രാർത്ഥിച്ചതിന്റെ ഒരു ഭാഗം, അന്തരംഗത്തിൽ എന്നെ ജ്ഞാനം ഗ്രഹിപ്പിക്കണമേ. അത് മറ്റൊരു ഭക്തൻ 90 സങ്കീർത്തനം 12 വാക്യത്തിലേക്ക് വരുമ്പോഴും ഇങ്ങനെ പ്രാർത്ഥിച്ച ഒരു അനുഭവമുണ്ട്. ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം. ഇവിടെ അന്തരംഗത്തിൽ ജ്ഞാനം ഗ്രഹിപ്പിക്കണം. അവിടെ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. അപ്പൊ ദൈവത്തിന്റെ വചനം കേൾപ്പാൻ നമ്മുടെ ചെവിക്ക് പരിചയമുണ്ടെങ്കിൽ എന്ത് പ്രാർത്ഥിക്കണം, ഏത് വിഷയം പ്രാർത്ഥിക്കണം എന്ന് ദൈവവചനത്തിൽ കൂടെ വെളിപ്പെട്ടു വരും. അതാണ് ആത്മാവിൽ പ്രാർത്ഥിക്കുക. അതാണ് ലേഖനത്തിൽ പറയുന്നത്, ആത്മാവിൽ പ്രാർത്ഥിക്കണം. ആത്മാവിൽ പ്രാർത്ഥിക്കണം എന്നുള്ളപ്പോൾ അന്യഭാഷയിൽ മാത്രം പ്രാർത്ഥിക്കുന്ന കാര്യമല്ല. ദൈവവചനം കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കുമ്പോൾ എന്ത് പ്രാർത്ഥിക്കണമെന്ന് ദൈവവചനത്തിൽ നിന്ന് വെളിപ്പെട്ട് വരും. കാരണം ദൈവത്തിന്റെ വചനം ആത്മാവാണ്, ദൈവത്തിന്റെ വചനം ജീവനാണ്, ദൈവത്തിന്റെ വചനം ചൈതന്യമാണ്. ഹല്ലേലൂയ. അത് സന്ധി മജ്ജകളെ തുളച്ച് കയറുന്നതാണ്. ഹൃദയത്തിന്റെ ചിന്തകളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതാണ് ദൈവത്തിന്റെ വചനം. ആ ദൈവത്തിന്റെ വചനത്തോട് നമ്മൾ കൂറ് കാണിക്കണം. ആ ദൈവത്തിന്റെ വചനത്തോട് നമ്മൾ പ്രീതിയുള്ളവരായി മാറണം. പ്രൈസ് ദി ലോർഡ്. മലാക്കി പ്രവചനം 3-ാം അധ്യായം 16-ാം വാക്യം ചേർത്ത് താഴോട്ട് വായിക്കുമ്പോൾ ഇങ്ങനെ നമുക്ക് വായിക്കാൻ സാധിക്കുന്നത് മാത്രമല്ല, അത് നമുക്ക് അനുഭവമായി മാറണം. അത് അനുഭവമായി മാറണം, അതിനെ അനുകരിക്കുന്നവരായി മാറണം. യഹോവ ഭക്തന്മാർക്കും യഹോവയുടെ നാമത്തെ സ്മരിക്കുന്നവർക്കും വേണ്ടി യഹോവയുടെ സന്നിധിയിൽ ഒരു സ്മരണ പുസ്തകം എഴുതി വെച്ചിരിക്കുന്നു. ഇത് നമ്മൾ ഓർമ്മിക്കോ.
അല്ല, ഇത് വായിച്ച ഓർമ്മിക്കോ? ഏതെങ്കിലും വ്യക്തിയുടെ വായിൽ കൂടി ഈ വാക്യം കേട്ടാൽ നമ്മൾ ഓർമ്മിക്കോ? ഇത് നമ്മളെ ആരെങ്കിലും ഓർമ്മപ്പെടുത്തുമോ? സ്തോത്രം. ക്രിസ്തീയ ജീവിതത്തിൽ സഹോദരി ബന്ധമുള്ളവർ അനേകരുണ്ട്, ശുശ്രൂഷ ബന്ധമുള്ളവർ അനേകരുണ്ട്. ഇതൊക്കെ ആരെങ്കിലും ഓർമ്മപ്പെടുത്തുമോ? ഇതൊക്കെ ഓർമ്മപ്പെടുത്തണ്ടേ? സഹോദരി ബന്ധം എന്ന് പറഞ്ഞാൽ എന്താ? കണ്ട ചായ വാങ്ങിത്തരിക, ഊണ് വാങ്ങിത്തരിക, ദാഹജലം തരിക, ഇത് മാത്രമാണോ സഹോദരി ബന്ധം? അതെല്ലാം അഴിഞ്ഞു പോകുന്ന ബന്ധങ്ങളാണ്. എന്നാൽ അഴിഞ്ഞു പോകാത്ത ബന്ധമോ ദൈവത്തിന്റെ വചനത്തെ ഓർമ്മപ്പെടുത്തുക. ഈ പ്രസംഗിക്കുമ്പോൾ പുറമേക്ക് വെച്ച് ചരിത്രപരമായിട്ട് അങ്ങ് നീട്ടി പ്രസംഗിച്ച പോലെ, ബലൂൺ ഇങ്ങനെ നീട്ടി വലിക്കും പോലെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യഹോവ ഭക്തന്മാർ അന്ന് തമ്മിൽ സംസാരിച്ചു. ഓർക്കണം, യഹോവ ഭക്തന്മാർ അന്ന് തമ്മിൽ സംസാരിച്ചു. യഹോവ ഭക്തന്റെ പ്രാർത്ഥന എന്താണ്? അന്തരംഗത്തിൽ എന്നെ ജ്ഞാനം ഗ്രഹിപ്പിക്കണമേ, ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം നാളെ എണ്ണുവാൻ ഉപദേശിക്കണമേ. അപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നവർ തമ്മിൽ കാണുമ്പോൾ അവരുടെ തമ്മിലുള്ള ഓർമ്മപ്പെടുത്തൽ എന്തായിരിക്കും? Praise the Lord. Praise the Lord. Hallelujah. യിരെമ്യാ പ്രവചനം 23-ാം അധ്യായം 35-ാം വാക്യം ചേർത്ത് വായിക്കുമ്പോൾ കേൾക്കുന്നുണ്ടോ? ദൈവഭക്തന്മാർ തമ്മിൽ കാണുമ്പോൾ, സഹോദരങ്ങൾ തമ്മിൽ കാണുമ്പോൾ, ഭാര്യ ഭർത്താവ് തമ്മിൽ കാണുമ്പോൾ, അമ്മയപ്പന്മാർ മക്കൾ തമ്മിൽ കാണുമ്പോൾ യഹോവ എന്തുത്തരം പറഞ്ഞിരിക്കുന്നു? യഹോവ എന്ത് അരുളി ചെയ്തിരിക്കുന്നു? എന്നിങ്ങനെയത്രേ, ഓരോരുത്തരും താന്താന്റെ കൂട്ടുകാരോടും താന്താന്റെ സഹോദരനോട് ചോദിക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതാണ് മലാഖി പ്രവാചകൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവൻ അന്ന് യഹോവഭക്തന്മാർ തമ്മിൽ സംസാരിച്ചു. യഹോവ ശ്രദ്ധ വെച്ച് കേട്ടു. നമ്മളൊക്കെ സംസാരിക്കുമ്പോ യഹോവ ശ്രദ്ധ വെച്ച് കേൾക്കുന്നത് പ്രതിഫലം തരാനാണോ പ്രതികാരം ചെയ്യാനാണോ? ഇതൊക്കെ നമ്മൾ ഓർത്ത് ഹൃദയനൃക്കത്തോടെ തകർന്ന മനസ്സോടുകൂടെ കർത്താവിലേക്ക് നോക്കി ഇതൊക്കെ ചെയ്യാൻ പറ്റാത്തത് ഓർത്ത് അനുഭവിച്ച് ഏറ്റുപറഞ്ഞ് ദൈവം അന്വേഷിച്ചാൽ ജ്ഞാനമുള്ള ഒരു ഹൃദയം തരുവാനും അന്തരംഗത്തിൽ ജ്ഞാനം ഗ്രഹിപ്പിക്കാനും ദൈവശക്തനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ജ്ഞാനം തരുന്ന ദൈവത്തിന്റെ ശക്തി ഈ ജ്ഞാനത്തിൽ കൂടെ നമ്മളിലേക്ക് വ്യാപരിക്കും. ജ്ഞാനം തരുന്ന ദൈവത്തിന്റെ ശക്തി ഈ ജ്ഞാനത്തിൽ കൂടെ നമ്മളിലേക്ക് പ്രവേശിക്കും. ഈ ജ്ഞാനത്തിൽ കൂടെ ദൈവശക്തി നമ്മളിൽ വ്യാപരിച്ചാൽ പ്രവേശിച്ചാൽ നമുക്കെതിരായി ഉണ്ടാക്കുന്ന ഒരു ആയുധവും ഫലിക്കയില്ല, ഒരു ബാധയും നമ്മുടെ കൂടാരത്തിന് അടുക്കയില്ല. നാം സമയമാകുമ്പോൾ കൂടാരമാകുന്ന ഭവനം വിട്ട് നിത്യമായ ഭവനത്തിലേക്ക് യാത്ര ചെയ്യും. ഹല്ലേലൂയ. ആ അന്തരീക്ഷത്തിലേക്കാണ് നമ്മുടെ കണ്ണുയർത്താനുള്ളത്, ചിന്ത വർദ്ധിപ്പിക്കാനുള്ളത്. വായിക്കാം. യഹോവ ഭക്തന്മാർ തമ്മിൽ സംസാരിച്ചു. യഹോവഭക്തന്മാർ തമ്മിൽ സംസാരിച്ചു. യഹോവ ശ്രദ്ധ വെച്ച് കേട്ടു. യഹോവഭക്തന്മാർക്കും യഹോവയുടെ നാമത്തെ സ്മരിക്കുന്നവർക്കും വേണ്ടി യഹോവയുടെ സന്നിധിയിൽ ഒരു സ്മരണ പുസ്തകം എഴുതി വെച്ചിരിക്കുന്നു. അത് ഞാൻ ഉണ്ടാക്കുവാനുള്ള ദിവസത്തിൽ അവർ എനിക്കൊരു നിക്ഷേപമായി. അവർ ഈ ഭക്തന്മാർ ഈ പുസ്തകം ദൈവ സന്നിധിയിൽ ഒരു നിക്ഷേപമായി മാറും. നിക്ഷേപമുള്ളിടത്ത് എന്ത് ചെയ്യും? നമുക്ക് വല്ല നിക്ഷേപമുണ്ടോ? നമുക്ക് വല്ല നിക്ഷേപമുണ്ടോ?
ദൈവവചനത്തിൽ കൂടി വായിച്ചു നോക്കുമ്പോൾ ഇതൊക്കെ നമ്മൾ ചെയ്യുന്നവരാണെങ്കിൽ സ്വർഗത്തിൽ നിശ്ചയമുണ്ട്. നിശ്ചയമുണ്ടെങ്കിൽ ഹൃദയം 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 അവിടെ ഇരിക്കും. Praise the Lord. ഹൃദയം അവിടെ ഇരുന്നാൽ അവിടെ ഇരിക്കുന്ന വചനം നമ്മുടെ ഹൃദയത്തിലേക്ക് പാസ് ചെയ്യും. സ്തോത്രം സ്തോത്രം. അത് നമ്മുടെ ഹൃദയത്തിൽ എഴുതപ്പെടും. അത് ഹൃദയം നിറയും, വായ് തുറക്കും, സംസാരിക്കും. Praise the Lord. Praise the Lord. ഈ ആത്മീയ അന്തരീക്ഷ ക്രിസ്തീയ ജീവിതത്തിലേക്ക് നമ്മളെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ. ഞാൻ ഉണ്ടാക്കുവാനുള്ള ദിവസത്തിൽ അവർ എനിക്ക് നിക്ഷേപം ആയിരിക്കുമെന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. ഒരു മനുഷ്യൻ തനിക്ക് ശുശ്രൂഷ ചെയ്യുന്ന മകനെ ആദരിക്കുന്നത് പോലെ മകനെ ആയാലും മകളെയും ആദരിക്കുന്ന കാര്യം സൂക്ഷിക്കണം. ഒരു മകൻ അല്ലെങ്കിൽ ഒരു മകൾ തനിക്ക്, അത് അമ്മയായാലും അപ്പനെയായാലും, ഉദാഹരണമാണ്, തനിക്ക് ശുശ്രൂഷ ചെയ്യുന്ന മകനെ അല്ലെങ്കിൽ മകളെ ആദരിക്കുന്നത് പോലെ. അപ്പോൾ അമ്മ അല്ലെങ്കിൽ അപ്പൻ ആരെയാണ് ആദരിക്കാനുള്ളത്? ആരെ ആദരിക്കണം? സ്തോത്രം. ദൈവം പറഞ്ഞ വാക്കിന് വാക്കാം. അത് അങ്ങനെ തോന്നിയാൽ നടക്കുന്ന മക്കളെ ആദരിച്ചില്ലെങ്കിൽ അവർ രക്ഷിക്കപ്പെടുവോ? ആദരിച്ചില്ലെങ്കിലും അവർക്ക് മനം തിരിയാൻ മനസ്സോടെ രക്ഷിക്കപ്പെടാം. ഇനി ആദരിച്ചു, പക്ഷെ അവർക്ക് മനം തിരിയാൻ മനസ്സില്ല, അവർ നമ്മളെയും കൂടെ വലിച്ചുകൊണ്ട് പോകും. ഹലോ, അവർ നമ്മയും കൂടെ വലിച്ചുകൊണ്ട് പോകും. താന്റെ പ്രാണൻ രക്ഷിപ്പാൻ അവരവർക്ക് കഴിയാതെയാവും. സ്തോത്രം. എന്നാൽ അമ്മയായാലും അപ്പനായാലും അധമമായത് ഒഴിച്ച് പുത്തോനെ പ്രസ്താവിച്ചാൽ ആ മകൻ അല്ലെങ്കിൽ ആ മകളെ ഇങ്ങോട്ട് വരും. മകളെ വേണ്ട, പോട്ടെ. അമ്മയെ പോലെ വന്നപ്പോ മക്കളെ കൊണ്ടുവന്നോ? ഇല്ലല്ലോ. സ്തോത്രം സ്തോത്രം. അവരെ വഴിക്ക് പോയാൽ അതിന്റെ അവസാനം മരണ വഴിയെന്ന് ഓർമ്മിച്ച് വിടുക, ഓർമ്മപ്പെടുത്തി വിടുക, ചൂണ്ടിക്കാണിച്ചു വിടുക. ബാക്കി അവരെ ഇഷ്ടം. സ്തോത്രം. നമുക്കറിയാം ഒരു അപ്പന്റെ ഇളയ മകനെ കുറിച്ച്. ആ മനുഷ്യന് അവകാശപ്പെട്ടെല്ലാം വാങ്ങി അവന്റെ വഴിക്ക് പോയി. പക്ഷേ മരണ വഴിയിലേക്കാണ് പോയത്. പക്ഷെ പാതാളത്തിന്റെ വാതിലോളം പോയപ്പോൾ അവന് മനസ്സിലായി ഇത് മരണ വഴിയാണ്. ഇതിനപ്പുറം പോയാൽ കെടാത്തതയും ചാകാത്ത പുഴുവാണ്. അവിടെ നിന്ന് അവൻ അനുഭവിച്ച് മടങ്ങി വരുവാൻ അവന്റെ മനസ്സിൽ തീരുമാനമെടുത്തപ്പോൾ അപ്പന്റെ ഹൃദയത്തിൽ തട്ടി. സ്തോത്രം സ്തോത്രം. അവൻ അവിടെ നിന്ന് മടങ്ങി വന്നു. അപ്പന്റെ അടുക്കൽ വന്നപ്പോൾ ദൂരെ വെച്ച് കണ്ടപ്പോൾ അപ്പൻ എഴുന്നേറ്റ് പോയി എന്ത് ചെയ്തു? അവനെ കെട്ടിപ്പിടിച്ചു, അവനെ ആലിംഗനം ചെയ്തു, ചുംബിച്ചു, അവനെ സ്വീകരിച്ചു. ഹല്ലേലൂയ ഹല്ലേലൂയ. കേൾക്കുന്നുണ്ടോ? മടങ്ങി വരുമ്പോഴുള്ള കാര്യം പറയുന്നത്. കേൾക്കുന്നുണ്ടോ? മടങ്ങി വരുമ്പോഴുള്ള കാര്യം പറയുന്നത്. സ്തോത്രം. എന്നിട്ട് പറഞ്ഞതെന്ന് അറിയോ? ഇവൻ മരിച്ചവനായിരുന്നു. ഇവൻ മരിച്ചവനായിരുന്നു എന്ന് പറഞ്ഞാൽ മരണ വഴിക്ക് പോയവനായിരുന്നു, എന്ന് പറഞ്ഞാൽ നരക വഴിക്ക് പോയവനായിരുന്നു. എന്നാൽ അവൻ തിരിച്ചു വന്നിരിക്കുക, ഇപ്പൊ ജീവിച്ചിരിക്കുക. ഹല്ലേലൂയ. അതേപോലെ ഇന്നും നമ്മുടെ ജീവിതത്തില്, നമ്മുടെ കുടുംബങ്ങളില്, തലമുറകള് മടങ്ങി വരേണ്ട സമയം മടങ്ങി വന്നാൽ അവരെ ആദരിക്കണം. മടങ്ങി വരുന്ന മക്കളെ ആദരിക്കുന്നവരെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അല്ലാതെ മടങ്ങി വരാത്തവർക്ക് വേണ്ടി ഓസിച്ച് പ്രാർത്ഥിച്ച് വയറ്റില് ആൾസർ രോഗം പിടിപ്പിച്ച് അവന് പിന്നെ കിഡ്നി രോഗം ഉണ്ടാക്കി ആയുസ് മരിക്കുന്ന അമ്മയപ്പന്മാരെ കുറിച്ചല്ല പറയുന്നത്. സ്തോത്രം സ്തോത്രം. ഇന്ന് ഈ സമയത്തിൽ ദൈവവചനത്തിന്റെ സാരാംശങ്ങളെ നമ്മൾ ഗ്രഹിച്ചറിയണം. പ്രൈസ് ദി ലോർഡ്. ഊണിലും ഉറക്കത്തിലും സ്വപ്നത്തിലും പ്രാർത്ഥനയിലും ദർശനത്തിലും എല്ലാം ദൈവവചനത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാടായിരിക്കണം. ഹല്ലേലൂയ. സ്തോത്രം. ഒരു മനുഷ്യൻ തന്റെ മകനെ ആദരിക്കുന്നത് പോലെ
സേവിക്കാം. ഞാൻ ആര് ദൈവഭക്തന്മാരെ ആദരിക്കും. സ്തോത്രം. അപ്പോൾ നിങ്ങൾ നീതിമാനും ദുഷ്ടനും തമ്മിൽ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? നീതിമാനും ദുഷ്ടനും തമ്മിലും ദൈവത്തെ സേവിക്കുന്നവനും സേവിക്കാത്തവനും തമ്മിലും വ്യത്യാസം വീണ്ടും ഉള്ള കാണും. വ്യത്യാസം കാണും. മനസ്സിലാകുന്നുണ്ടോ? നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം. നിങ്ങൾക്ക് മുൻപിൽ ഞാൻ മനസ്സിലാക്കണം. ഹല്ലേലൂയ. നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം. നിങ്ങൾക്ക് എല്ലാവരെക്കാളും മുന്നിൽ ഞാൻ മനസ്സിലാക്കണം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അവരുടെ സങ്കീർത്തനത്തിൽ പറയുന്നത് അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ ഏത് മക്കളോട്? മടങ്ങി വരുന്ന മക്കളോട്. ഹല്ലേലൂയ. ദൈവ സ്നേഹത്തിൽ നിൽക്കുന്ന മക്കളോട്, അനാഥ ഹൃദയത്തോടെ ഏറ്റുപറഞ്ഞ് നിൽക്കുന്ന മക്കളോട് കരുണ തോന്നുന്നത് പോലെ ദൈവത്തിന് തന്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. ദിവസം നടക്കുന്നവരോട് കരുണ കാണിക്കണം കേട്ടോ. പ്രാർത്ഥിക്കാൻ പോയിരുന്നു. കുട്ടിമില്ലുന്നോ മോസിച്ചോ അരക്കകത്ത് കിടന്നൊക്കെ പ്രാർത്ഥിക്കാം. കർത്താവെ കരുണ തോന്നണേ, കരുണ തോന്നണേ, കരുണ തോന്നണേ. ദൈവം മൈൻഡ് ചെയ്യില്ല. മടങ്ങി വരാൻ മനസ്സുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ദൈവം മനസ്സ് തുറക്കും. ദൈവത്തിന്റെ മനസ്സലവ് അവരിൽ വ്യാപരിക്കും. മടങ്ങി വരാൻ മനസ്സില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥിക്കുന്നവന്റെ ഹൃദയം കഠിനപ്പെടും. അപ്പോഴല്ല പിന്നത്തേതായിക്കോളും. പ്രാർത്ഥിക്കുന്നവരുടെ ഹൃദയം എന്ന് പറഞ്ഞാൽ അന്തരംഗത്തിൽ ജ്ഞാനം ഗ്രഹിക്കാൻ പറ്റാതെ പോകും. ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കാൻ പറ്റാതെ പോകും. അതാണ് മടങ്ങി വരാൻ മനസ്സില്ലാത്തവർക്ക് പ്രാർത്ഥിച്ചാലുള്ള ദോഷം. ദോഷവശം മനസ്സിലായ ഞാനായാലും നിങ്ങളായാലും പിന്നെ അത് ചെയ്യണോ? ആ കാട്ടിൽ പോണോ? ആ പാമ്പ് കടിക്കണോ? വിഷം ഏൽക്കണോ? ഐശ്വരത മരിക്കണോ? ക്രൈസ്തല്ലോ. കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. മനം തിരിയ മനസ്സുണ്ടോ? അവർ മനം തിരിഞ്ഞ് വരുന്നതനുസരിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ദൈവം ആ പ്രാർത്ഥനയ്ക്ക് മറുപടി അയക്കും. മടങ്ങി വരാൻ മനസ്സില്ലാത്തവർക്ക് വേണ്ടി, അല്ലെങ്കിൽ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ മാനസാന്തരപ്പെടാൻ മനസ്സില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലുള്ള ദോഷം ചെറുതല്ല. കേൾക്കുന്നുണ്ടോ? ക്രൈസ്തല്ലോ. ഇതിന്റെ അർത്ഥം പ്രാർത്ഥനയ്ക്ക് വിലക്കെന്നല്ല കേട്ടോ. വ്യവസ്ഥയില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് വിലക്ക് തന്നെയാണ്. സ്തോത്രം. ഈ പ്രാർത്ഥനയെ കുറിച്ചൊക്കെ ശുശ്രൂഷകർ തമ്മിലൊക്കെ സംസാരിക്കും. ഞാനും കൂടെ ഒക്കെ സംസാരിക്കും. അപ്പോഴൊക്കെ സംസാരിക്കും. അവരൊക്കെ പറയും അത് പ്രാർത്ഥിക്കണം. പെട്ടെന്ന് എൻ്റെ ദൈവജനത്തിന് പ്രകാശനത്തിന് യോഗ്യമായിട്ട് സംസാരിക്കാൻ ഇടയാകുന്നത് മനം തിരിയാൻ മനസ്സുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മനം തിരിയാൻ മനസ്സിലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥനയ്ക്ക് മറുപടിയില്ല. മനം തിരിയാൻ മനസ്സുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മറുപടിയുണ്ട്. ദൈവത്തിന്റെ മറുപടി മനുഷ്യ ഉദ്ദേശിക്കുന്നതല്ല, മനുഷ്യ ഉദ്ദേശിക്കുന്നതിനേക്കാൾ ഉയരങ്ങളിലുള്ളതാണ്. മനുഷ്യൻ ഉദ്ദേശിക്കുന്ന മറുപടി ഭൂമിയിലുള്ളതാണ്. പക്ഷെ ദൈവം തരുന്ന മറുപടി ഉയർത്തുള്ളതാണ്. ഹല്ലേലൂയ. അവിടേക്ക് നമ്മുടെ കണ്ണ് തിരിക്കണം. കണ്ണ് ഉയർത്തണം. എന്റെ കണ്ണ് ഞാൻ പർവ്വതങ്ങളിലേക്ക് എടുത്തോളൂ. എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എന്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിൽ ഡയറക്റ്റായിട്ടല്ല കേട്ടോ വരുന്നത്. യേശു ക്രിസ്തുവിൽ കൂടിയാണ് വരുന്നത്. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിൽ കൂടെ, പരിശുദ്ധാത്മാവിൽ കൂടെ, ശുശ്രൂഷകരിൽ കൂടെ, ഭർത്താവിൽ കൂടെ, അമ്മയിൽ കൂടെ, അപ്പനിൽ കൂടെയൊക്കെയാണ് ബാക്കിയുള്ളവർക്ക് വ്യാപരിക്കുന്നത്. എന്തിനെന്നറിയാം അങ്ങനെ കൊടുക്കുന്നത്? എല്ലാവർക്കും തമ്മില് ബന്ധമുണ്ടായിരിക്കാൻ വേണ്ടി. നേരത്തെ കൊടുത്താലേ തമ്മിൽ ബന്ധമില്ലാത്ത ശിഥിലമായി പോകും, ചെതറിപ്പോകാൻ പാടില്ല. അത് ദൈവത്തിന് ഇഷ്ടം. ഒരുമിച്ച് കൂടണം, ഒരുമിച്ച് ജീവിക്കണം. അതിനുവേണ്ടി ദൈവം കൊടുക്കുന്ന പദ്ധതിയാണിത്. ദൈവം നേരിട്ട് ആർക്കൊന്നും കൊടുക്കുന്നില്ല. ദൈവം ക്രിസ്തുവിൽ കൂടെ, പരിശുദ്ധാത്മാവിൽ കൂടെ, ശുശ്രൂഷകളിൽ കൂടെ, ഭർത്താവിൽ കൂടെ, അപ്പനിൽ കൂടെ, അമ്മയിൽ കൂടെ അവന്റെ മക്കളിലേക്ക് അത് വ്യാപരിക്കും. ഇങ്ങനെ ശരിക്കും എത്രവർക്ക് മനസ്സുണ്ട്? നേരിട്ട് ആർക്കും പ്രാപിക്കാന്ന് വിചാരിക്കേണ്ട. പ്രാപിച്ചാൽ അത് ദുരാത്മാവായിരിക്കും. എന്നോട് ഒരുപാട് പേര് തർക്കിച്ചിട്ടുള്ളൂ. നിങ്ങൾ എത്ര തർക്കിച്ചാലും സത്യം സത്യമല്ലെന്ന് വരില്ല. ദൈവത്തിന്റെ ആത്മാവ് നേരിട്ട് പ്രാപിക്കാൻ നിങ്ങൾക്ക് പ്രാഗൽഭ്യമുണ്ടോ? പ്രാപിച്ചോ? എനിക്ക് വിലക്കൊന്നുമില്ല.
പിന്നെ ക്രിസ്തുവിന്റെ ആവശ്യം എന്താ? പിന്നെ പരിശുദ്ധാത്മാവിന്റെ ആവശ്യം എന്താ? പിന്നെ അവൻ സഭയിലെ ശുശ്രൂഷകന്മാർ ദൈവം എന്തിനാ നിയമിച്ചിരിക്കുന്നേ? അങ്ങ് നേരിട്ട് പ്രാപിക്കാമെങ്കിൽ Praise the Lord. ഇത് നേരിട്ട് തരുന്നു. പ്രാപിക്കാൻ പ്രാഗൽഭ്യമുണ്ട്. എനിക്ക് യാതൊരു വിരോധമില്ല. പക്ഷേ പ്രാഗൽഭ്യമില്ലാതിരിക്കെ പ്രാഗൽഭ്യമുണ്ടെന്ന് അഭിമാനിച്ചാൽ അത് അഹങ്കാരമാണ്, അത് പൈശാചികമാണ്. ആ കിട്ടുന്ന ആത്മാവ് ദൈവികമല്ല എന്നത് തിരുവചനത്തിൽ കൂടി ഗ്രഹിക്കണമെങ്കിൽ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കണം. അന്തരംഗത്തിൽ ജ്ഞാനം ഗ്രഹിക്കണം. Praise the Lord. അങ്ങനെ മുന്നേറുവാൻ ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് തരുന്ന സമയം, സന്ദർഭം, ഭൂമിയിലെ ആയുസ് നമ്മൾ പാഴാക്കി കളയരുത്. ഇത് നമ്മൾ ഗ്രഹിച്ചറിഞ്ഞുകൊണ്ട് സ്തോത്രം ലോകത്തിന്റെ മുമ്പിൽ വിളിച്ചു പറയണം. സ്തോത്രം വിളിച്ചു പറയണം. ലോകത്തോട് സംസാരിക്കണം. അങ്ങനെ മുന്നേറുവാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മോടൊപ്പം കൂടെ ഇരിക്കേണ്ടത്, നമ്മോട് കൂടെ പ്രവർത്തിക്കേണ്ടത്. നാം കീഴ്പ്പെടേണ്ട ശ്രേഷ്ഠ അധികാരങ്ങൾക്ക് കീഴ്പ്പെടണം. ശ്രേഷ്ഠ അധികാരങ്ങൾ ദൈവത്താൽ നിയോഗിക്കപ്പെട്ടതാണ്. അതിനെ കീഴ്പ്പെടുവാൻ നമ്മളെല്ലാവരും ശ്രമപ്പെട്ട് ജീവിക്കണം. അതിനായി നമുക്ക് ഒരുങ്ങാമോ? സമർപ്പണം ചെയ്യാമോ? ശേഷിക്കുന്ന സമയങ്ങളിലും ദൈവാത്മാവിന്റെ സാന്നിധ്യം അനുഭവിക്കത്തക്കവണ്ണം, കേൾപ്പിക്കപ്പെട്ട് ദൈവജനത്തിനൊത്തവണ്ണം പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തിൽ സമർപ്പിക്കാം. നമുക്കെല്ലാവർക്കും എഴുന്നേൽക്കാം, പ്രാർത്ഥിക്കാം.